ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇത്രയും നാളും നമ്മൾ ലീക്ഡ് ഇമേജസിലൂടെയും അതുപോലെ ടീസേഴ്സിലൂടെയും പിന്നെ സിട്രോയിൻ തന്നെ ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുള്ള ഇതിൻ്റെ കോൺസെപ്റ്റ് ഇമേജസിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ബസാൾട്ട് എന്ന് പറയുന്ന കൂപ്പ SUV അങ്ങനെ ഫൈനലി അവർ അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് എക്സ്റ്റീരിയർ ഡിസൈൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ കർവും അതുപോലെ ഈ ബസാൾട്ട് തമ്മിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷനിലാണ് ലോഞ്ചിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം രണ്ടും ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. ഇത് ആക്ച്വലി കുറച്ചുകൂടി നേരത്തെയാണ് ഇറക്കാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 2 ബസാൾട്ട് ഇറങ്ങും, ഓഗസ്റ്റ് 7 നമ്മുടെ കർവ് ഇറങ്ങുള്ളൂ. അതും ആദ്യം ഇലക്ട്രിക് ആയിരിക്കും ഇറങ്ങുന്നത്. ഇത് ബസാൾട്ട് പിന്നെ അവർ ആദ്യം പെട്രോളിലായിരിക്കും ഇറക്കുന്നത്, അതിനുശേഷം പിന്നെ ഒരു 5-6 മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ഇലക്ട്രിക് വേർഷൻ കാണാൻ പറ്റുന്നത്. 5-6 മാസത്തിന് ശേഷം ഇതിൻ്റെ ഇലക്ട്രിക് ഇറങ്ങണമെന്നില്ല, ചിലപ്പോൾ ഒരു C3 എയർക്രോസിൻ്റെ EV ആയിരിക്കും ആദ്യം ഇറക്കുന്നത്. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിനി വാഹനത്തിലേക്ക് വരാം. ഇതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഇമേജസിലേക്ക് വരാം. സോ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് C3 എയർക്രോസിൽ കണ്ടിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻ അല്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഇതിൻ്റെ കോൺസെപ്റ്റിൽ നിന്നും അതുപോലെ കുറച്ച് കാലം മുന്നേ അവർ കാണിച്ചിട്ടുള്ള ഇമേജസിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. കാരണം നമുക്കിപ്പോൾ ബസാൾട്ടിൽ സിട്രോയിൻ ആദ്യമായിട്ട് LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. ഇതിനകത്ത് അത് കാണുന്നില്ല, പക്ഷെ നമുക്ക് DRLs കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഓക്കെ ആണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫോഗ് ലാംപ്സും അവർ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതിൻ്റെ മിഡിൽ ട്രിം ആയിരിക്കാനാണ് സാധ്യത. അതായത് ഇപ്പോൾ C3 എയർക്രോസിൻ്റെ ടേംസിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് U+ മാക്സ് എന്ന് പറഞ്ഞ വേരിയൻസ് ആണ് വരുന്നത്. ഇത് ചിലപ്പം പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് മറ്റേ ലോഗോയുടെ താഴെ വരുന്ന കുറച്ച് ഇൻസേർട്സ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഓറഞ്ച് കളറൊക്കെ അവർ ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്. ഈ വണ്ടിയിൽ അതും മിസ്സിംഗ് ആണ്. പിന്നെ സിൽവർ സ്കിറ്റ് പ്ലേറ്റും സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രില്ലൊക്കെ ആണെങ്കിലും ലോഗോ ഒക്കെ ആണെങ്കിലും അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോപ്പിനാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആഡ് ആവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അത് സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് DRLസിൻ്റെ അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ അത് സാധാരണ ബൾബാണ്, നമുക്ക് LED ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ അവർക്ക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് DRLസിൽ തന്നെ കൊടുക്കാമായിരുന്നു, ഡ്യുവൽ ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ. ഇപ്പോഴത്തെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും കിട്ടുന്നതാണ്, ഈവൻ ബഡ്ജറ്റ് റേഞ്ചിൽ പോലും. പക്ഷേ അതെന്തായാലും ചെയ്തിട്ടില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഈ വാഹനത്തിനകത്ത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു കൂപ്പ SUV ആയതുകൊണ്ട് തന്നെ സ്ലോപ്പിംഗ് റൂഫ് ലൈനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീളമുള്ളൊരു വാഹനമാണ്. 4.2 to 4.3 മീറ്റേഴ്സിനടുത്ത് ഈ വാഹനത്തിന് ലെങ്ത് വരും. ഇത്രയും കാലം നമ്മൾ ഇതിൻ്റെ അലോയ്സും വരെയൊക്കെ കണ്ടിട്ടില്ലായിരുന്നു. അവരൊന്നെങ്കിൽ അത് കവർ ചെയ്തിട്ടായിരിക്കും ഓടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ വീൽ ക്യാപ്സ് ഉള്ള സ്റ്റീൽ റിം സെറ്റായിരിക്കും ഓടിക്കുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു ഇമേജ് വന്നതിൽ വണ്ടി റണ്ണിങ് ആയിരുന്നു, അതുകൊണ്ട് അലോയ്സ് അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കാണിച്ചിരിക്കുന്നതിൽ നമുക്ക് അലോയ്സ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് മറ്റേ C3 എയർക്രോസിൻ്റെ അകത്ത് കണ്ട അത്രയും സൈസ് തോന്നിയില്ല. അത് 17 ഇഞ്ച് ആയിരുന്നു. ഇത് മിക്കവാറും 16 ഇഞ്ചൊക്കെ ആവാനാണ് ചാൻസ്, കാരണം ഇത് കണ്ടിട്ട് 17 ആയിട്ട് തോന്നുന്നില്ല. എനിവേ ഒരു 17 കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാണാൻ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓൾമോസ്റ്റ് വലിയ തിരക്കേടില്ലാത്ത ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡയമണ്ട് കട്ട് ഫിനിഷും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ORVMs ഒക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ റെഡ് കളർ എടുക്കുകയാണെങ്കിൽ റൂഫ് നമുക്ക് ബ്ലാക്ക് കളറിലാണ് കേട്ടോ കിട്ടുന്നത്. സിട്രോയിൻ പിന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് ഈ കളറിൻ്റെ കാര്യത്തിലൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓറഞ്ച് ആക്സൻസ് കിട്ടും വൈറ്റ് വണ്ടിയാണെങ്കിൽ, അതുപോലെ ഓറഞ്ച് വണ്ടിയാണെങ്കിൽ വെള്ള ആക്സൻസ് കിട്ടും. പിന്നെ റൂഫ് ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച് അങ്ങനെ കുറേ കളറുകളിൽ ഇവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കമ്പനികളും ചെയ്യാറില്ല. പിന്നെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു സംഭവം ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്ക് ഫ്ലാപ്പ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. എഗെയിൻ വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വണ്ടികളിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. C3യിലും സെയിം ഡോർ ഹാൻഡിൽസ് ആണ്, എയർക്രോസിലും സെയിം ആണ്, ഇപ്പോൾ ബസാൾട്ടിലും സെയിം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതൊന്നും മാറ്റായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ യൂസബിലിറ്റിയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ഡിസൈൻ വൈസ് നോക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ചീപ്പായിട്ട് തോന്നുന്നത്. തുറക്കുമ്പോഴൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കര ലൂസായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ C പില്ലറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് ത്രൂ ഔട്ട് ബോഡി ക്ലാഡിങ് അവൈലബിൾ ആണ്. ഇപ്പോൾ കൂപ്പ SUV എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് തന്നെ സൈഡ് ബോഡി ക്ലാഡിംഗ് ഒക്കെ അവർ SUVകളിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സെഡാനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമുക്ക് അങ്ങനത്തെ ക്ലാഡിംഗ് ഒന്നും ഇല്ലല്ലോ. പിന്നെ റിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇവർ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ക്ലാഡിങ്ങും അതുപോലെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ബോഡി ഷേപ്പിൽ ഇരിക്കുന്ന വണ്ടികൾ, അതായത് സെഡാൻസിലൊന്നും പൊതുവെ കാണാത്തൊരു സംഭവമാണ്. പിന്നെ ഇതൊരു സെഡാൻ അല്ല, ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് സെഡാൻ പോലത്തെ ത്രീ ബോക്സ് ഡിസൈനും പിന്നെ SUV പോലത്തെ അത്യാവശ്യം ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള പ്രാക്ടിക്കാലിറ്റി ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ കൂപ്പ SUVs ഫേമസ് ആയത്. പക്ഷേ ഇതുവരെ ഇത് ഇന്ത്യയിൽ നമുക്കൊരു നീഷ് പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പ്രീമിയം റേഞ്ച്, ഇപ്പോൾ BMW, Mercedes, Audi അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കൂപ്പ SUVs ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നു. സിട്രോയിൻ ഇത് കൊണ്ടുവരുന്നുണ്ട്, ടാറ്റയും ഈ ഒരു ബോഡി ടൈപ്പ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ റിയർ ഡിസൈൻ കാണാൻ അത്യാവശ്യം നല്ലതാണ്. എനിക്കെന്തോ നമ്മുടെ കർവിനേക്കാൾ ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ട ഇതാണ്. പക്ഷേ ഈ വണ്ടിയിൽ അവർക്ക് LED ടെയിൽ ലാംപ്സ് കൊടുക്കായിരുന്നു. ഫ്രണ്ടിൽ അവർ LED കൊടുത്തു, പക്ഷേ ബാക്കിൽ ഇപ്പോഴും നോർമൽ ഹാലജൻ ലൈറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മോശമായിപ്പോയി. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊരു ചെറിയ സ്പോയിലർ പോലത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ അല്ല, ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ്, പക്ഷെ എന്നാലും അത് കാണാൻ രസമുണ്ട്. പിന്നെ ബാക്കിൽ ബസാൾട്ടിൻ്റെ ബാഡ്ജിങ്, സിട്രോയിൻ്റെ ലോഗോ നടുവിൽ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്രയാണ് ഇവരിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്ന എക്സ്റ്റീരിയർ. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് ഒന്നും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തിനുള്ളിൽ വന്നിട്ടില്ല. കുറച്ച് ടീസേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ടീസേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും ഓട്ടോ AC ഉണ്ട്. അത് നേരത്തെ വണ്ടികളിലൊന്നും തന്നെ അവർ കൊടുക്കാത്തൊരു സംവിധാനമായിരുന്നു. പിന്നെ
പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും എന്ന് പറയുന്നുണ്ട്. ടീസേഴ്സിൽ ഇതുവരെ കാണിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ഇവർ മൊത്തത്തിലുള്ള വാഹനങ്ങളുടെ ഫീച്ചേഴ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊടുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. ഇപ്പോഴും ഇതിൻ്റെ അകത്ത് അവർ സൺറൂഫ് ഒന്നും കൊടുക്കുന്നില്ല. പാനോറാമിക് സൺറൂഫ് വിട്ടേക്ക്, നമുക്കല്ലാണ്ട് നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫ് പോലും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ അല്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് വയർലെസ് ചാർജിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ട് എന്ന് പറയുന്നില്ല. സോ നമുക്ക് പണ്ടില്ലാതിരുന്ന കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ ആഡ് ചെയ്തു എന്നുള്ളതാണ് ഒരു വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്ന കുറച്ച് സംവിധാനങ്ങളാണ് നമ്മുടെ 10.1 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം, പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അതൊക്കെ ഒരു C3 എയർക്രോസിൽ തന്നെ കൊടുത്തതാണ്. എയർക്രോസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് തന്നെ അത്ര ലോഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല, അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. ബട്ട് എന്തായാലും അതിൻ്റെ കൂടെ കുറച്ച് പുതിയ ഫീച്ചേഴ്സാണ് വരുന്നത്. പിന്നെ ഇപ്രാവശ്യം ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ് വരുന്നത്. ഡ്രൈവർ സൈഡ് മാത്രമല്ല ആംബ്രസ്റ്റ് വരുന്നത്, അതൊരു അപ്ഗ്രേഡ് ആണ്. പിന്നെ ബാക്കിൽ അവർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, റിയർ AC വെൻസ് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ, നമുക്ക് ഇതിൻ്റെ അകത്ത് 1.2 ലിറ്റർ പ്യുവർടെക് 110 എന്ന് പറയുന്ന പ്യൂഷോർഡ് എഞ്ചിനാണ് കിട്ടുന്നത്. പേര് പോലെ തന്നെ 1.2 ലിറ്റർ ആണ്, 3 സിലിണ്ടർ ആണ്, 110 PS പവർ വരുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 205 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും മാനുവൽ 190 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഇനീഷ്യലി ലോഞ്ചിൽ തന്നെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കും മാനുവലും രണ്ടും ഉണ്ടാവും. ഇതുവരെ C3യിൽ അവർ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ല, പക്ഷേ C3 എയർക്രോസിൽ കൊടുത്തു. അതും ഇറങ്ങി കുറച്ച് കാലത്തിന് ശേഷമാണ് കൊടുത്തത്. ശരിക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ വണ്ടി ഇറക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റുകളിലൊക്കെ വണ്ടി ഇറക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക് വെച്ച് വണ്ടി ഇറക്കി മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഓട്ടോമാറ്റിക്കിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതില്ലാണ്ട് എത്രയൊക്കെ എന്തൂസിയാസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് മാനുവലാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് കൊടുത്തേ പറ്റുള്ളൂ. ഈ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഇതിനു മുമ്പ് അവർ കാണിച്ചിട്ടുള്ള പല മിസ്റ്റേക്സും തിരുത്തിക്കൊണ്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെയിൽ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. ഭയങ്കര ഹൈ വോളിയം സെയിലിൽ നിൽക്കാൻ പോകുന്ന വണ്ടിയൊന്നും ആയിരിക്കില്ല. അത് ഒരു 1000 താഴെയുള്ള റേഞ്ചൊക്കെ തന്നെ ഇതിന് ഉണ്ടാവുള്ളൂ. 1000 കിട്ടുകയാണെങ്കിൽ അത് തന്നെ വളരെ നല്ലതാണ്. കാരണം C3 എയർക്രോസ് 200-300 റേഞ്ചിലാണ് വെക്കുന്നത്. C3 ഹാച്ച് ബാക്ക് അവരുടെ എൻട്രി ലെവൽ വണ്ടി തന്നെ 300 റേഞ്ചിലാണ് വെക്കുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 500 to 1000 റേഞ്ചിലെങ്കിലും അവർക്കത് വണ്ടി വിൽക്കാൻ പറ്റുമെങ്കിൽ വളരെ മികച്ച ഒരു മൂവ് തന്നെയായിട്ട് നമുക്ക് പറയാം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അവർ കുറേയൊക്കെ മാറ്റി, ബാക്കിയൊക്കെ പ്രൈസിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യും. എന്തായാലും C3 എയർക്രോസിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഇത് പോകില്ല. പിന്നെ അധികം സെയിൽ വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വണ്ടിയും ഡിസ്കൗണ്ട് റേറ്റിലേക്ക് കിട്ടാൻ തുടങ്ങും. C3 എയർക്രോസിൻ്റെ മിഡിൽ വേരിയൻ്റ് അവർ ഇടയ്ക്ക് വെച്ച് 8.99 lakhs കൊടുക്കുന്നുണ്ടായിരുന്നു. ആ പ്രൈസ് പോയിന്റിലെ വേരിയൻ്റ് ഭയങ്കര വാല്യൂ ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് നമുക്ക് ഫീച്ചേഴ്സായിട്ട് കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്, ഇൻഫോടൈം സിസ്റ്റം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ എന്നാൽ ബാക്കി സാധനങ്ങൾ, അതായത് എഞ്ചിൻ വൈസോ അല്ലെങ്കിൽ സസ്പെൻഷൻ, കംഫർട്ട്, പിന്നെ ഓവറോൾ വണ്ടിയുടെ സൈസൊക്കെ ആണെങ്കിലും 8.99 lakhs എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല സബ്ഫോമീറ്റർ ഹാച്ച് ബാക്കുകളാണ് നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത്. ആ വിലയ്ക്കാണ് ടർബോ ചാർജ് എഞ്ചിൻ വെച്ച് വരുന്ന ഇത്രയും വലിയ വണ്ടി നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ വണ്ടിയും അങ്ങനത്തെ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വളരെ മികച്ചൊരു വണ്ടിയായിട്ട് തന്നെ പറയാം. ഇനി ഇവർ ഇറക്കാൻ പോകുന്ന പ്രൈസ് പോയിന്റ് ആണെങ്കിലും ഒരു 10 to 14 lakhs റേഞ്ചിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് C3 എയർക്രോസുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ്. എന്തായാലും ഗൈസ്, ഇതാണ് ബസാൾട്ടിൻ്റെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.